ഹായ് ഗൈസ്, വെൽക്കം ടു സ്റ്റേ ട്യൂൺ ബൈ അതുൽ. ഇന്ന് നമുക്ക് കുറച്ച് കൊങ്ങിണി ചെടികളെ കണ്ടാലോ. കൊങ്ങിണി ചെടികളിൽ ആദ്യം കാണുന്നത് ഇത് ഇച്ചിരി ബുഷിയായിട്ടുള്ളൊരു കൊങ്ങിണി ചെടിയാണ്. ഇതിൻ്റെ ഒരു ഭംഗി കാണുമ്പോഴാണ് നമുക്കത് ഏറ്റവും ഇഷ്ടപ്പെടുന്നത്. കാര്യം വെള്ളയും പിന്നെ അതിനകത്ത് ചെറിയൊരു ലൈറ്റ് മഞ്ഞ കളറുമുള്ള പൂവാണ്. ഇതൊരു അങ്ങനെ കുറച്ചൊക്കെ വലിയ മരമായിട്ട് വളരത്തില്ല, എന്നാലും ചെറിയ ബുഷിയായിട്ടുള്ള ടൈപ്പാണ്. രണ്ടാമതായി കാണിക്കുന്നത് മഞ്ഞ നിറത്തിലുള്ള കൊങ്ങിണി ചെടിയാണ്. ഇത് ഞാൻ വളർത്തിയേക്കുന്നത് ഒരു PVC പൈപ്പിനകത്താണ്. PVC പൈപ്പിലാകുമ്പോഴത്തേക്ക് അത് മുകളിൽ നിന്ന് താഴേക്ക് ഇങ്ങനെ തൂങ്ങി നിൽക്കുമ്പോഴാണ് അതിൻ്റെ ഭംഗി വരുന്നത്. ഇത് നമുക്ക് കമ്പൊടിച്ച് പെട്ടെന്ന് വളർത്തിയെടുക്കാവുന്ന ഒരു ചെടിയാണിത്. അടുത്തതായി കാണിക്കുന്നത് ഇത് ബുഷിയായിട്ട് നിൽക്കുന്ന ഒരു റെഡ് കളറിലുള്ള ലെൻഡാനയാണ്. ഇത് ഞാൻ വെച്ചിരിക്കുന്നത് ഇതുപോലെ തന്നെ PVC പൈപ്പ് കട്ട് ചെയ്ത് അതിനകത്താണ്. ഇത് ഹാങ്ങിങ് അല്ല, നേരത്തെ കണ്ട മഞ്ഞ ഒരു ചെറിയ രീതി ഹാങ്ങിങ് ആണ്. ഇത് ശകലം ബുഷിയായിട്ട് വളരുന്ന ചെടിയാണ്. അടുത്തത് ക്രീം നിറത്തിലുള്ള ഒരു കൊങ്ങിണിപ്പൂവാണ്. ഇത് ബുഷിയായിട്ട് വളരുന്നതല്ല, ഇത് ഹാങ്ങിങ് ആയിട്ട് താഴേക്ക് തൂങ്ങി വളരുന്ന ചെടിയാണ്. ഇത് ഞാൻ PVC പൈപ്പിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത്. ഇത് നല്ല ഭംഗിയുള്ള പൂവാണ്, വലിയ പൂവാണ്, നിറച്ചുണ്ടാവുകയും ചെയ്യും. ഇപ്പോൾ ഈ മഴ സീസൺ ആയതുകൊണ്ടാണ് അധികം ഉണ്ടാകാതെ നിൽക്കുന്നത്. അടുത്തതായിട്ട് കാണിക്കുന്നത് ഇത് ഹാങ്ങിങ് ആയിട്ടുള്ള വെള്ള കൊങ്ങിണിപ്പൂവാണ്. നമ്മൾ ആദ്യം കണ്ട വെള്ളപ്പൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനിങ്ങനെ ക്രീം കളർ നടക്കില്ല. അത് മാത്രമല്ല, അത് ബുഷിയായിട്ട് വളരുന്നതാണ്. ഇത് ഹാങ്ങിങ് ആയിട്ട് താഴേക്ക് വളരുന്ന ഇനമാണ്. ഇതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. അടുത്തതായി കാണിക്കുന്ന അരിപ്പൂ എന്ന് പറയുന്നത് ഓറഞ്ച് കളറ് കൂടുതലും റെഡ് കുറവും ഉള്ള ഒരു ഇനമാണ്. നമ്മൾ ആദ്യം കണ്ടത് അത് ഓറഞ്ച് ആയിട്ട് വന്നിട്ട് കടും റെഡ് ആകുന്നതാണ്. ഇത് ഓറഞ്ച് കളറ് കൂടുതലും റെഡ് കുറവുമായിട്ടുള്ള ഇനമാണ്. ഇനി കാണിക്കുന്നത് പിങ്ക് കളറും ഓറഞ്ചും കൂടെ ചേർന്നതാണ്. ആദ്യം ഉണ്ടായി വരുമ്പോൾ ഓറഞ്ച് കളറും പിന്നെ അത് ക്രമേണ പിങ്ക് കളറിലേക്ക് മാറുന്ന ഒരു ഇനമാണിത്. ഇത് ഇച്ചിരി അത്യാവശ്യം മരമായിട്ട് വളരുന്ന ഒരു ഇനമാണ്. നമുക്കിത് ചട്ടിയിൽ വെക്കുന്നത് പ്രയാസമായിരിക്കും. ഇതെല്ലാം നമുക്ക് കമ്പ് ഒടിച്ച് പ്രൊപ്പഗേറ്റ് ചെയ്യാവുന്നതാണ്. കൊങ്ങിണിപ്പൂവിൻ്റെ കൂടെ നമുക്ക് 2 സീനിയ പൂക്കളും കണ്ടാലും. സീനിയയിലെ ആദ്യത്തെ പിങ്ക് കളറാണിത്. ഇതിൻ്റെ വിത്ത് ഞാൻ ഒരു വിത്ത് മാത്രം കൊണ്ടുവന്നതാണ്. അതിൽ നിന്നാണ് എനിക്ക് ഈ കളറും, പക്ഷെ ഒരെണ്ണം വിരിഞ്ഞ് വന്നപ്പോഴത്തേക്കും ക്രീം കളറുമായി കിട്ടി, ഒന്ന് ഈ കളറും.
അടുത്തത് ഒരു ക്രീം കളറിലുള്ള സീനിയാണ്. ഇത് കാണാൻ വളരെ ഒരുപാട് മൾട്ടി പെറ്റലായിട്ടുള്ള ഒരു പൂവാണ്. ഇത് കാണാൻ നല്ല ഭംഗിയാണ്. കാര്യം ഇത് ഒന്ന് വിരിഞ്ഞ് വരണമെങ്കിൽ തന്നെ ഒരാഴ്ച കൂടുതലെടുക്കും. കാര്യം അത്രയും ഇതള് വിരിഞ്ഞ് വരണമെങ്കിൽ തന്നെ നല്ല സമയമെടുക്കും. കാണാൻ വളരെ മനോഹരമായിട്ടുള്ള ഒരു പൂവാണിത്. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ വീഡിയോ. നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നിടം വരെ ബൈ. ഞങ്ങളുടെ ചാനൽ തുടർന്നും കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഞങ്ങൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ തരിക. താങ്ക് യു.